MLA അറസ്റ്റ് ചെയ്യണമെന്നാണ് CPMന്റെ ആവശ്യം. വയനാട്ടിലുടനീളം ഇന്ന് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിക്കും. ദീപക് മോഹൻ വിവരങ്ങളുമായുണ്ട്. ദീപക്, ഇപ്പോൾ CPM ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. MV ഗോവിന്ദന്റെ പ്രതികരണം വന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രതിഷേധ പരിപാടികളുണ്ട്, മാർച്ചുണ്ട്. ഇപ്പോൾ ഇന്ന് വയനാട്ടിലുടനീളം ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധ പരിപാടികൾ എപ്പോൾ തുടങ്ങും? സ്മൃതി, വയനാട് DCC ട്രഷറർ NM വിജയൻ ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് അതൊരു അസ്വാഭാവിക മരണമല്ല, കൊലപാതകമാണ് എന്നുള്ള രീതിയിൽ തുടക്കം മുതൽ തന്നെ ആരോപണം ഉയർത്തിയത് CPM ആണ്. എന്നാൽ അന്ന് അത് കോൺഗ്രസ് പ്രതിരോധിച്ച് നിന്നിരുന്നത് രാഷ്ട്രീയപരമായ ഒരു മുതലെടുപ്പാണെന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ പിന്നീട് ഈ NM വിജയൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടുകൂടിയാണ് ഇതിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള പലരുടെയും പേരുകൾ നിയമനക്കോഴക്കേസുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിട്ടുണ്ട്. MLA അടക്കമുള്ള DCCയുടെ നേതൃത്വം അടക്കമുള്ള പല ആളുകളുടെ പേരുകൾ പരാമർശിച്ചു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് CPM ഈ പ്രതിഷേധ പരിപാടികൾ കൂടുതൽ ശക്തമാക്കിയത്. ഇന്നലെ സുൽത്താൻ ബത്തേരിയിൽ നൈറ്റ് മാർച്ച് ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ IC ബാലകൃഷ്ണൻ MLA രാജിവെച്ച് ഒഴിയുന്നത് വരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്നുള്ള രീതിയിലൊക്കെ CPM-ഉം DYFI-യും പ്രതിഷേധ പരിപാടികളും സമര പരിപാടികളും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ DYFI വയനാട് ജില്ലയിൽ പല കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. നൈറ്റ് മാർച്ചിൽ CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ പ്രധാനമായ പരാമർശം ഈ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ രാജിവെച്ച് ഒഴിയുന്നതുവരെ പ്രക്ഷോഭം ശക്തമാക്കും, ശക്തമായ പ്രക്ഷോഭം തന്നെയായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് CPM മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇന്ന് DYFIയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾക്കാണ് വയനാട്ടിൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഈ IC ബാലകൃഷ്ണൻ MLA രാജിവെച്ചൊഴിയുക, അതോടൊപ്പം ഈ NM വിജയൻ്റെ മരണത്തിന് പുറകിലുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ കേസുകളെടുത്ത് ഇവരെ ജയിലിൽ അടയ്ക്കുക എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും CPM വലിയ പ്രതിഷേധ പരിപാടികളായി ഒക്കെയായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, അതുപോലെ തന്നെ മുൻ DCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുക്കണമെന്നുള്ള രീതിയിലുള്ള പരാമർശവും വരുന്നുണ്ട്. ഇതിപ്പോൾ പ്രതിഷേധം വ്യാപകമാക്കാൻ തന്നെ തീരുമാനിച്ചാണ് DYFI-യും രംഗത്തെത്തിയിട്ടുള്ളത്. സ്മൃതി.